ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ആർ കെ ക്ലാസ്സസ്. ഐ ആദിത്യ യുവർ ഇംഗ്ലീഷ് വേണ്ടി. അപ്പൊ ഇന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്നുള്ളത്. നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു റിയൽ ലൈഫ് പേഴ്സൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്നുള്ളത്. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ ഈസ് ആൻ ഇൻസ്പയറിംഗ് സ്റ്റോറി ബൈ ശ്രീകാന്ത് പൊല്ല. അപ്പം മനസ്സിൽ ഓർത്ത് വെക്കുക, ഇതിലെ പ്രോട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടുള്ള കഥയാണ് ഇത്? ശ്രീകാന്ത് പൊല്ല എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണറുടെ, ഒരു ബിസിനസ് മാന്റെ കഥയാണ് ഈ ഒരു ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്നുള്ള സ്റ്റോറി. An entrepreneur who has born blind but never allowed his disability to stop him from achieving his dream. അദ്ദേഹം എന്താണ്? ബ്ലൈൻഡ് ആണ് അല്ലെ. ഇപ്പൊ ഒരു വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നമ്മുടെ ശ്രീകാന്ത് പൊല്ല. എന്നിട്ട് ആ ഒരു അഡ്വേഴ്സിറ്റി ഒക്കെ മറികടന്നിട്ട് ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബിസിനസ്മാൻ ആയിട്ട് അദ്ദേഹം മാറാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഡ്രീംസ് അദ്ദേഹം അച്ചീവ് ചെയ്യാണ്. ശ്രീകാന്ത് വാസ് ബോൺ ഇൻ ടു എ പുവർ ഫാമിലി. ഹിസ് പാരന്റ്സ് ഏൺഡ് ഓൺലി അബൌട്ട് 20,000 a year ഫ്രം ദയർ സ്മോൾ പീസ് ഓഫ് ലാൻഡ്. അപ്പം അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കർഷക കുടുംബത്തിലായിരുന്നു. ഏകദേശം 20,000 രൂപ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഫാമിലി ഒരു വർഷം സമ്പാദിച്ചിരുന്നത്. ആൻഡ് ഈവൻ ദോ സൊസൈറ്റി കൺസിഡർഡ് ശ്രീകാന്ത് ആസ് എ ബർഡൻ because he was born without sight, his parents loved him deeply. They believed that he was a blessing and considered themselves the richest couple in the world because of their son. As a child, Srikanth spent time with his father in the fields. Okay, അപ്പോൾ ശ്രീകാന്ത് ബ്ലൈൻഡ് ആയിട്ട് ജനിച്ചത് കൊണ്ട് തന്നെ സൊസൈറ്റി അദ്ദേഹത്തിന് ഒരു ബേർഡൻ ആയിട്ടായിരുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആൾക്കാർ അദ്ദേഹത്തിന് വളരെ ഒരു ഭാരമാണ്, എങ്ങനെയാണ് ഇവൻ ജീവിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പാരന്റ്സ് അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ അദ്ദേഹം വളരെ ലക്കി ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം അത്രയും സന്തോഷത്തിൽ അവരെന്നെ വലിയ ലക്കി കപ്പിളാണ് ഇത്തരത്തിലുള്ള ഒരു മോനെ കെട്ടാൻ എന്നായിരുന്നു അവര് വിശ്വസിച്ചിരുന്നത്. ആൻഡ് ദേ നെവർ കൺസിഡർ ദംസെൽവ്സ് ആസ് എ പുവർ കപ്പിൾസ്. അവരെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് കപ്പിൾസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുള്ളത്. റിയാലിറ്റി അതല്ലെങ്കിലും ഓക്കെ. ആൻഡ് ശ്രീകാന്ത് പൊല്ല എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്ക് അച്ഛനെ ഫാമിലൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു. കർഷകനാന്ന് പറഞ്ഞല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു കാഴ്ച പരിമിതി കൊണ്ട് തന്നെ ഫാമിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ആൻഡ് therefore he decided that education should be ശ്രീകാന്ത്'s path to success. അങ്ങനെ ശ്രീകാന്തിന്റെ അച്ഛൻ തീരുമാനിക്കുകയാണ്, ഇവനെ കൃഷിപ്പണി ചെയ്യാൻ എന്തായാലും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രയാസമായിരിക്കും, അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നതായിരിക്കും അവന്റെ കരിയറിന് നല്ലത് എന്നുള്ളത് ശ്രീകാന്ത് പൊല്ലയുടെ ഫാദർ തീരുമാനിക്കുകയാണ്. Srikanth faced many difficulties at school. He had to travel a long distance to attend school and was often ignored by teachers and classmates. ഇപ്പൊ സ്കൂളിൽ പോയിട്ടാവട്ടെ, സ്കൂളിൽ ഒരുപാട് അവഗണനകൾ നമ്മുടെ ശ്രീകാന്ത് പൊല്ല സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ടീച്ചേഴ്സിൽ നിന്നായിക്കോട്ടെ, കുട്ടികളിൽ നിന്നായിക്കോട്ടെ ഒരുപാട് ഒറ്റപ്പെടൽ അദ്ദേഹം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ 2 വർഷക്കാലത്തോളം for 2 years he sat alone on the last bench and was excluded from many activities. He felt very lonely and considered himself the poorest child, not because he lacked money but because he lacked friendship and acceptance. അങ്ങനെ 2 വർഷത്തോളം ആ ഒരു സ്കൂളിൽ അദ്ദേഹം പഠിച്ചു. ആരും തന്നെ അദ്ദേഹത്തിന് ഒരു കമ്പനി കൊടുക്കില്ലായിരുന്നു. വളരെ ലോൺലി ആയിട്ട്, വളരെ ഒറ്റപ്പെട്ടിട്ടായിരുന്നു അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത്. അത്യാവശ്യം നല്ല ദൂരം യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഒരു സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഈ സമയത്ത് ശ്രീകാന്ത് പൊല്ലേനെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പാവപ്പെട്ട ഒരു കുട്ടിയായിട്ടാണ് കൺസിഡർ ഉണ്ടായിരുന്നത്. പണത്തിന്റെ പേരിലല്ല, പക്ഷെ ഈ ഒരു ഒറ്റപ്പെടലിന്റെ പേരിൽ. അപ്പൊ അത്രയധികം ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെ ആ ഒരു സ്കൂളിൽ നമ്മുടെ ശ്രീകാന്ത് പൊല്ല സഹിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഹിസ് പാരന്റ്സ് സെൻഡ് ഹിം ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. പിന്നെ അവരുടെ പാരന്റ്സിന് മനസ്സിലായി, ഇങ്ങനെ എല്ലാവരും പഠിക്കുന്ന ഒരു സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ശ്രീകാന്ത് പൊല്ലേനെ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവര് സ്പെഷ്യൽ സ്കൂളിൽ, ഇതുപോലെ വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. There Srikanth performed extremely well in his studies. He became a top student and also represented India in chess and cricket. He had the opportunity to work with Dr. APJ Abdul Kalam on the Lead India Youth Transformation project. അങ്ങനെ ആ ഒരു സ്കൂളിൽ എത്തിയപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പൊല്ലേന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആവാണ്. അദ്ദേഹം അവിടുത്തെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻ്റ് ആയിട്ട് മാറി. ചെസ്സിലൊക്കെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ട് മത്സരങ്ങളിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്ന ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്റ്റിലെ ഭാഗമാകാനും നമ്മുടെ ശ്രീകാന്ത് പൊല്ലയ്ക്ക് സാധിച്ചു. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെക്കുക.
സ്കൂള് ഹൈദരാബാദിലെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറിയതും ചെസ്സിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തു APJ അബ്ദുൽ കലാമിന്റെ യൂത്ത് പ്രൊജക്റ്റിൽ ഭാഗമായതും ഒക്കെ എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കാം. After completing his 10th grade with more than 90% marks, Srikanth wanted to study science. However, he was told that he could study only arts because he was visually challenged. He refused to accept this unfair decision and took legal action against the government. After 6 months, he received permission to study science. With the help of a mentor who recorded his textbooks as audio, he worked hard and scored 98% in his മാർക്സ്. അപ്പം അദ്ദേഹത്തിന് 10th സ്റ്റാൻഡേർഡിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ താല്പര്യം ആയതുകൊണ്ട് തന്നെ സയൻസ് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് എന്ത് ചെയ്തു, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡ് അദ്ദേഹത്തിന് സയൻസ് എടുക്കാൻ പറ്റില്ല, കാരണം വിഷ്വലി ചലഞ്ചർ ആയതുകൊണ്ട് സയൻസ് എടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും ആർട്സ് വിഷയങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ലീഗലി നിയമപരമായിട്ട് തന്നെ അതിനെ നേരിട്ട് ഒരു 6 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് വിധി വന്നു. അദ്ദേഹത്തിന്റെ റിസ്കിൽ തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു സയൻസ് പഠിച്ചെടുക്കണം എന്ന്. അപ്പം അദ്ദേഹത്തിന് മെറ്റീരിയൽസും റിസോഴ്സസും ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ മെന്ററെ വെച്ചിട്ട് ആ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ ഏകദേശം 98% മാർക്ക് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സയൻസിൽ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. So Srikanth later wanted to join top engineering colleges such as IIT. However, he was told that he could not take the entrance examination because of his blindness. അങ്ങനെ IIT-യിൽ ചേരണം എന്നായിരുന്നു ശ്രീകാന്ത് ബോലയുടെ ആഗ്രഹം. പക്ഷേ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റി നിർത്തി. അങ്ങനെ IIT-യിൽ ചേരാ എന്നുള്ള ആഗ്രഹം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. Instead of giving up, he applied to universities in the United States. He was accepted by MIT, സ്റ്റാൻഫോർഡ്, ബെർക്ക്ലി ആൻഡ് കാർഗനി മില്ലൻ. ഓക്കെ. അപ്പം അങ്ങനെ US-ലുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MIT-യിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. ഹി ചോസ് MIT ആൻഡ് ബിക്കെയിം ഇറ്റ്സ് ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്. അങ്ങനെ MIT-യിലെ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മുടെ ശ്രീകാന്ത് ബോല മാറാണ്. While studying at MIT, Srikanth thought about the problems faced by disabled people in India. He decided not to settle for a comfortable corporate job in America. Instead, he returned to India to help people with disabilities. അപ്പം അമേരിക്കയിൽ ഈ പഠിക്കുന്ന സമയത്ത് MIT-യിലുള്ള സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ വർക്ക് ചെയ്ത് ഒരു കോർപ്പറേറ്റ് ലൈഫൊക്കെ ലീഡ് ചെയ്ത് പോകണോ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം വിചാരിച്ചത്, ഓക്കെ, ഇന്ത്യയിൽ എന്നെ പോലെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഡിസേബിൾഡ്, നമ്മുടെ ഡിസേബിൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ഏബിൾ എന്ന് വേണം കേട്ടോ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ചലഞ്ചർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യാൻ താൻ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ആൻഡ് ഹി റിട്ടേൺ ടു ഇന്ത്യ ടു ഹെൽപ്പ് ദ പീപ്പിൾ വിത്ത് differently able people. He and his partner started Boland Industries. The company works to provide opportunities to disabled people and help them become independent. It was supported more than 3,000 students through education, vocational training and sports. It also employs many disabled people and has achieved significant business success. അങ്ങനെ അദ്ദേഹം വേറൊരു പാർട്ട്ണറെ കൂടെ ഒരു ബോളണ്ട് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ സഹായത്തോടു കൂടി അദ്ദേഹം ഒരുപാട് പണം സമ്പാദിക്കും. ആ പണം എന്ത് ചെയ്തു, 3000-ഓളം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ജോലി സംബന്ധമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ, സ്പോർട്സ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം അതെന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഓൾസോ എംപ്ലോയ്സ് മെനി ഡിസേബിൾഡ് പീപ്പിൾ ആൻഡ് ഹാസ് അച്ചീവ് സിഗ്നിഫിക്കൻറ്റ് ബിസിനസ് സക്സസ്. At the end of his speech, Srikanth gives 3 important lessons. അങ്ങനെ ആ ഒരു സ്പീച്ചിന്റെ അവസാനം, ശ്രീകാന്ത് പോലെ നടത്തുന്ന സ്പീച്ചിന്റെ, ഇതൊരു ഇങ്ക് ടോക്ക് എന്നുള്ള പ്രോഗ്രാമിൽ അദ്ദേഹം നടക്കുന്ന ഒരു ടോക്കാണ്, ഒരു സ്പീച്ചാണ്. സോ ആ സ്പീച്ചിന്റെ എൻഡിൽ 3 ഇമ്പോർട്ടൻറ്റ് ലെസൺസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീകാന്ത് പറഞ്ഞു തരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ്, വി ഷുഡ് ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് സക്സീഡ്. നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കണം, മറ്റുള്ളവരെ വിജയിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, വി ഷുഡ് റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലൈഫ്സ് ബിക്കോസ് ലോൺലിനെസ് ഈസ് എ സീരിയസ് ഫോം ഓഫ് പോവർട്ടി. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ നിന്നും ഒറ്റപ്പെടൽ, ഏകാന്തത എടുത്ത് മാറ്റണം. കാരണം ഒറ്റപ്പെടലാണ് ഒരാൾക്ക് ഉണ്ടാവാവുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, വെൻ വി ഡു ഗുഡ് തിങ്സ് ഫോർ അതേഴ്സ് വി ഓൾസോ ബെനിഫിറ്റ് ഫ്രം ദം. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ആരാണ്, നമ്മൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ 3 മെസ്സേജസ് നമുക്ക് അദ്ദേഹം നൽകുന്നുണ്ട്. ലാസ്റ്റ് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജോട് കൂടിയാണ് ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അത് എഴുതി വെക്കണം കേട്ടോ. ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ, ശ്രീകാന്ത്, യു ക്യാൻ ഡു നത്തിങ്,
ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ ഐ ക്യാൻ ഡു എനിത്തിങ്. അപ്പോൾ ലോകം എൻ്റെ നേരെ തിരിഞ്ഞ് എന്നോട് പറയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ശ്രീകാന്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ, ഞാൻ ലോകത്തെ നോക്കി തിരിച്ചു പറയും ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്ക് എന്തും എന്ത് ചെയ്യാൻ പറ്റും. അവിടെ ഈ ഒരു ലോകത്ത് എഫേർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എക്സാമിന് ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിന് നല്ല രീതിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ലവ് യു ഓൾ, ബൈ.